blessing today. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. ഇതിൽ സാധാരണ വലിയ അറിവില്ലാത്ത ആൾക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന നല്ലൊരു പ്രോഗ്രാം. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹവും വഴിത്തിരിവും ആയിത്തീരട്ടെ. കാരണം എനിക്കറിയാം ഇതിലൂടെ യേശു കർത്താവ് വൻ കാര്യങ്ങൾ ഇന്ന് ചെയ്യും. ഓരോ ദിവസവും ബ്ലെസ്സിങ് ടുഡേ സ്പോൺസർ ചെയ്യുന്ന ഓരോരുത്തർക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പലരെയും കണ്ടിട്ടില്ല, എന്നാൽ കർത്താവിൻ്റെ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ സന്ദേശവും അനുഗ്രഹങ്ങളും വഹിച്ചു കൊണ്ടുപോകുന്ന ഈ ശുശ്രൂഷയെ അവർ സ്നേഹിക്കുന്നു. അതിനായി ഞാൻ അവർക്കായി നന്ദി പറയും. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള ന്യൂയോർക്കിൽ നിന്നുള്ള 2 പേർ ചേർന്നിട്ടാണ്. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി ആത്മാർത്ഥ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ന്യൂയോർക്കിലെ ബ്രൂക്ലിൽ നിന്നുള്ള ബിബിത കോശി. കഴിഞ്ഞ 7-ാം തീയതിയായിരുന്നു ആ മകളുടെ ബർത്ത്ഡേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ മകൾക്ക് വേണ്ടിയും പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവേ, ബിബിതയ്ക്ക് നല്ല ഒരു ജീവിത പങ്കാളിയെ അങ്ങ് എത്രയും വേഗം നൽകണമേ എന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നല്ല ഒരു മാരീഡ് ലൈഫ് കർത്താവെ അങ്ങ് ഫ്യൂച്ചറിലേക്ക് അങ്ങ് കൊടുക്കണമേ. മാത്രമല്ല, അവൾക്ക് കുടുംബത്തിന് ന്യൂയോർക്കിൽ സ്വന്തമായ ഒരു ഭവനം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവളുടെ പിതാവ് കോശിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ്, ഒരു വീഴ്ചയുടെ ഫലമായി ഉണ്ടായ സ്പൈനൽ ഫ്രാക്ചറിൽ നിന്ന് പരിപൂർണമായ ഒരു സൗഖ്യം കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനും നടക്കുവാനും കർത്താവെ അങ്ങിടയാക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. അമ്മ എലിസബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോഗ്യം നൽകണമേ, ദൈവിക സമാധാനത്താൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരൻ്റെ സ്റ്റഡീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാവിയിലേക്കുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു സ്പോൺസർ സ്റ്റേറ്റൻ ഐലൻഡിൽ നിന്നുള്ള ഒരു വെൽവിഷറാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ വെൽവിഷർക്കായി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറിൽ നിന്നും സമ്പൂർണമായ സൗഖ്യം കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇനിയും കർത്താവ് ബ്ലഡ് ടെസ്റ്റിലും സ്കാനിങ്ങിലും ബോൺ മാരോ ടെസ്റ്റിലുമെല്ലാം പരിപൂർണ സൗഖ്യം തെളിയിക്കപ്പെടേണ്ടതിന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നല്ല ഒരു ജീവിത പങ്കാളിയെ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ബോർഡ് എക്സാം പാസ്സാക്കുവാൻ കർത്താവ് സഹായിക്കണമേ. മകനും ഭാര്യയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവം കൊടുത്ത ആ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ അനുഗ്രഹങ്ങളാൽ ഈ കുടുംബത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ആ ഇരട്ടകളിൽ ഇളയ കുഞ്ഞിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്താൽ അങ്ങ് നിറയ്ക്കണമേ. അതുപോലെ കർത്താവെ, ഒരു മേജർ സർജറിക്ക് ശേഷം പരിപൂർണ സൗഖ്യം ആ പൈതലിന് ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും കർത്താവ് കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കോട്ടയം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 24 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. കോതമംഗലം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 25 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കലാ ഓഡിറ്റോറിയം, മൂവാറ്റുപുഴ വഴി, കോതമംഗലം.
നിൽക്കുന്ന സഹോദരിയുടെ പേര് ലത എന്നാണ്. തൻ്റെ മകളുടെ ജീവിതത്തിൽ, മകളുടെ ഭർത്താവിൻ്റെ ജീവിതത്തിലും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാൻ ഇവിടെ നിൽക്കുന്നത്. 3 കാര്യങ്ങളിൽ ദൈവം തൻ്റെ മകളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു. ഈ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ മകളുടെ വിവാഹം, അതുപോലെ ജോലി, എക്സാമിൻ്റെ കാര്യമുണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങളിൽ മരുമകൻ്റെ ജോലിയുടെ കാര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇതേ വർഷം തന്നെ മാർച്ച് 27 ഇവിടെ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ സിസ്റ്റർ വന്നിരുന്നു. അന്ന് ഡാമിയൻ ബ്രദറാണ് ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഓരോ വിഷയങ്ങൾ പറഞ്ഞ് പ്രധാന ശുശ്രൂഷ സമയത്ത് ഡാമിയൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സിസ്റ്ററും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു: ദൈവമേ, എൻ്റെ മകളുടെ കാര്യം, അവളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞ് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. അന്നത്തെ ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് ശേഷം വീട്ടിൽ ചെന്നപ്പോൾ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് 4 വിവാഹാലോചനകൾ ഒരുമിച്ച് വന്നു. ഒരു വേടിക്ക് 2 പക്ഷിയെ കേട്ടുള്ളൂ, 4 പക്ഷി. അതെ, പക്ഷെ ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ആദ്യം വന്ന ഒരു ചെറുക്കൻ്റെ ഫോട്ടോ കണ്ടിട്ട് അത് മതി എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. അങ്ങനെ മെയ് 19 വിവാഹം നിശ്ചയിച്ചു വച്ചിരുന്നത്. ഇതിനിടയിൽ തൻ്റെ മകൾ PGക്ക് പഠിക്കുകയായിരുന്നു. പഠനത്തിൻ്റെ ഇടയിൽ എക്സാമിൻ്റെ സമയമായപ്പോൾ ചിക്കൻ ബോക്സ് പിടിപെട്ടു. അങ്ങനെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന അല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ പ്രാർത്ഥനാ ഡയറിയിലെ 51-ാമത്തെ പേജിൽ ഒരു 14-ാമത്തെ പ്രാർത്ഥനയുണ്ട്, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രാർത്ഥന. അങ്ങനെ അതിനുവേണ്ടി അത് വെച്ച് ഈ അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് അധികൃതർ ഒരു കാര്യം ചെയ്തു കൊടുത്തു. അതായത് ഒരു റൂമിലിരുന്ന്, രോഗിയായതുകൊണ്ട് അവിടെ ഇരുന്ന് എക്സാം എഴുതാമെന്ന് പറഞ്ഞു. ആ സമയത്ത് മകൾ അമ്മയോട് പറഞ്ഞു: അമ്മ, എനിക്ക് പഠിക്കുന്നൊന്നും എൻ്റെ തലയിൽ കയറുന്നില്ല, വല്ലാതെ പ്രശ്നം, ജയിക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഇതിനിടയിൽ ഈ പ്രാർത്ഥനാ ഡയറിയിലെ 14-ാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എറണാകുളത്തുള്ള കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലെ പ്രെയർ കോൾ സെൻറ്ററിലേക്കും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവിടെയുള്ള പ്രെയർ വാരിയേഴ്സ് പ്രാർത്ഥിച്ചു, എക്സാം എഴുതി. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, തനിക്ക് റിസൾട്ട് വന്നപ്പോൾ 5-ാമത്തെ റാങ്കാണ് തനിക്ക് ലഭിച്ചത്. ഇതിനിടയിൽ ഇവരുടെ വിവാഹം നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് വിവാഹം നടന്നു. മകനെ ഒരു ജോലിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഈ അമ്മ ചെയ്തത് അതേ പ്രാർത്ഥനാ ഡയറിയിൽ തന്നെ 54-ാമത്തെ പേജിൽ 16-ാമത്തെ ഒരു പ്രാർത്ഥനയുണ്ട്, ജോലിയിൽ അനുഗ്രഹത്തിന് വേണ്ടി. അത് വെച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം അവിടെയും ഒരു അത്ഭുതം ചെയ്തു. തൻ്റെ മകനെ സൂപ്പർവൈസറായി തനിക്കൊരു പ്രമോഷൻ നൽകി. ഇന്ന് ഈ 3 കാര്യങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത്. ഒരു പക്ഷേ എങ്ങനെയാണ് യേശുവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം. നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന പുസ്തകമാണ് എൻ്റെ പ്രാർത്ഥനാ ഡയറി. ആ പുസ്തകം എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, ഇത് യേശു കർത്താവ് ചെയ്ത് കഴിഞ്ഞ അത്ഭുതങ്ങളാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്താൽ ഉള്ള അനുഗ്രഹങ്ങൾ ഈ മകളുടെ മേൽ വന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. ദൈവത്തിൻ്റെ മഹത്വം ഇവളുടെ മേൽ കർത്താവ് വെളിപ്പെടുത്തിയതിനായി നന്ദി. മകളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. മകനു വേണ്ടിയും കർത്താവെ ചെയ്ത അത്ഭുതങ്ങൾക്കായി നന്ദി. എല്ലാറ്റിനും അങ്ങേ ഞങ്ങൾ ഒരിക്കൽ കൂടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യോഹന്നാന് ലഭിച്ച ഈ വെളിപ്പാടുകൾ എന്തൊക്കെയാണ്? ഇതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 6, 7, 8, 9 വചനങ്ങൾ ദയവായി വായിച്ചാലും. ദൈവം അയച്ച ഒരു മനുഷ്യൻ വന്നു, അദ്ദേഹത്തിന്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അപ്പൊ യോഹന്നാൻ ആരായിരുന്നു? അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം അയച്ച മനുഷ്യനായിരുന്നു യോഹന്നാൻ. ഒരിക്കൽ കൂടെ പറയാമോ? ദൈവം അയച്ച ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ. ദൈവം അയച്ചത് എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവം നിയോഗം കൊടുത്ത്, ദൈവം ഒരു ഓർഡർ ഇട്ട് നീ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞ് ദൈവത്താൽ നിയുക്തനായ, നിയോഗിതനായ ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ, യോഹന്നാൻ ഒരു മനുഷ്യനായിരുന്നു. പറഞ്ഞേ. യെസ്. 7-ാമത്തെ വചനത്തിലേക്ക് വന്നാലും, അദ്ദേഹം സാക്ഷ്യം വഹിക്കുവാൻ താൻ മുഖേന സകല മനുഷ്യരും വിശ്വസിക്കേണ്ടതിന്
ആ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുവാൻ തന്നെ വന്നു. നോക്കൂ, ഈ യോഹന്നാൻ സ്നാപകൻ താൻ ഈ ഭൂമിയിൽ ദൈവം തന്നെ അയച്ചതിൻ്റെ ഉദ്ദേശം അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ ഇവിടേക്ക് അയച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ 60 വർഷം, 70 വർഷം, 80 വർഷം, 90 വർഷം, ചിലപ്പോൾ ചിലർ സെഞ്ചുറിയൊക്കെ അടിച്ചെന്നിരിക്കും, 100 വർഷം വരെയൊക്കെ ജീവിച്ചെന്നിരിക്കും. കാരണം ദൈവം അത്രയും നാൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അയച്ചിരിക്കുകയാണ്. പക്ഷെ ആ ജീവിക്കാൻ നമ്മെ അയച്ചിരിക്കുമ്പോൾ ഓർക്കുക, അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവോ, ചില വ്യക്തികളുടെ അപ്പനോ അമ്മയോ, അല്ലെങ്കിൽ ചില സമൂഹത്തിലെ ചില വ്യക്തിയോ മാത്രമായി തീരാനുള്ള ദൗത്യമല്ല കർത്താവ് നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നത്. മറിച്ച് അതിനൊക്കെയും അപ്പുറം ആത്മീകമായ ചില കാര്യങ്ങൾ കൂടെ ചെയ്യാനുള്ള ദൗത്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. കാരണം ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വേറെ ഏതോ സ്ഥലത്താണ് നമ്മുടെ ഒറിജിനൽ സ്ഥലം എന്ന് മനസ്സിലായില്ലേ? ഹല്ലേലൂയ. നോക്കുക, യോഹന്നാൻ ഇവിടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ദൗത്യവുമായിട്ടാണ് താൻ ജനിച്ചിരിക്കുന്നത്. സകല മനുഷ്യരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുവാൻ. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിൽ വന്നത് ആരെക്കുറിച്ച് പറയാനാണ്? വെളിച്ചത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ. ആരാണ് ഈ വെളിച്ചം? ഈ ഭാഗങ്ങളെല്ലാം എടുത്ത് നാം അവിടുന്ന്, അവൻ, അവൻ, അവൻ എന്നുള്ള വാക്കുകൾ ആവർത്തിച്ച് അതിൻ്റെ 1-ാമത്തെ വചനം മുതൽ നമ്മൾ കാണാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തോടു കൂടിയായിരുന്നു. ഇങ്ങനെ അവൻ എന്നുള്ള ഭാഗങ്ങൾ കാണാം. എന്താണ് ഈ അവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടുന്ന് എന്നതുകൊണ്ട് ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത യേശുവിനെയാണ് കുറിക്കുന്നത്. അങ്ങനെയെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിൽ വന്നത് യേശു എന്ന വെളിച്ചത്തെ സാക്ഷീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി തന്നെ. അടുത്ത ഭാഗം 8-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? അദ്ദേഹം വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷിയായി മാത്രമാണ് അദ്ദേഹം വന്നത്. നോക്കൂ, അദ്ദേഹം വെളിച്ചമായിരുന്നില്ല, അദ്ദേഹം വെളിച്ചത്തിന് സാക്ഷ്യമായിട്ടാണ് വന്നത്. ഈ വചനങ്ങൾ അവിടെ കൃത്യമായി എഴുതാൻ കാരണം അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ചിന്തിച്ചു, ഇതാ ഒരു പുതിയ വ്യക്തി നമ്മുടെ നടുവിൽ, ഒരു നവീകരണ പരിഷ്കർത്താവിത വന്നിരിക്കുന്നു, ഒരു നവോത്ഥായകൻ വന്നിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അവനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. യേശുവാണെങ്കിൽ ആരാലും അറിയപ്പെടാത്തവനായിട്ട് നിൽക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ സമയം. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, അവൻ അഥവാ യോഹന്നാൻ, അദ്ദേഹം വെളിച്ചം ആയിരുന്നില്ല, മറിച്ച് വെളിച്ചത്തിന് സാക്ഷ്യമേകാനാണ് വന്നത്. ഹല്ലേലൂയ. ഓർക്കുക, യോഹന്നാന് ലഭിച്ച ആദ്യത്തെ വെളിപ്പാട് എന്തായിരുന്നറിയാമോ? യേശുവാണ് വെളിച്ചം എന്നുള്ളത്. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിൽ യഥാർത്ഥ വെളിച്ചം ആരാണ് എന്ന് ചോദിച്ചാൽ യേശു കർത്താവാണ് വെളിച്ചം എന്നുള്ളത്. ജീസസ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. മറ്റൊരു ഭാഗത്ത് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. അടുത്ത ഭാഗം കൂടെ, അതിൻ്റെ 9-ാമത്തെ ഭാഗം കൂടെ ഒന്ന് വായിക്കാമോ? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 2 വാക്കുകൾ അവിടെ, പ്രധാനപ്പെട്ട 2 വാക്കുകളുണ്ട്. ഒന്ന്, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്നു. 2, സത്യവെളിച്ചം. പറയാമോ? സത്യവെളിച്ചം മനുഷ്യരെ പ്രകാശിപ്പിക്കുന്നു. എന്താണ് ഈ സത്യവെളിച്ചം എന്ന് പറയാൻ കാരണം? സത്യവെളിച്ചം എന്ന് പറയാൻ കാരണം അപ്പോൾ സത്യമല്ലാത്ത വെളിച്ചങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം.
വെളിച്ചം പൊതുവെ എന്തിനെയാണ് കാണിക്കുന്നത്? വെളിച്ചം എല്ലായ്പ്പോഴും മറ നീക്കി കാണിക്കുന്നതാണ് വെളിച്ചം. അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നതിനെ, മങ്ങിയിരിക്കുന്നതിനെ, ഇരുട്ടിലുള്ളതിനെ വെളിപ്പെടുത്തുന്നതാണ് വെളിച്ചം എന്നുള്ളത്. ഒത്തിരി പേര് പറയാറുണ്ട്, ഇദ്ദേഹം ഞങ്ങളുടെ മാർഗദർശിയാണ്, ഇദ്ദേഹം നമ്മുടെ വഴികാട്ടിയാണ്. ഇവരൊക്കെ പല കാര്യങ്ങളിൽ നമുക്ക് വെളിച്ചമായിട്ട് തന്നെ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരിൽ പലരും ഉണ്ടായിരിക്കാം. എന്നാൽ സത്യവെളിച്ചം എന്ന് പറയാൻ സാധിക്കുന്ന ഒരൊറ്റ വ്യക്തിയെ ഈ ലോകത്തിൽ വന്നിട്ടുള്ളൂ. അവൻ്റെ പേരാണ് യേശു എന്നുള്ളത്. ഹല്ലേലൂയ. നോക്കൂ, വെളിച്ചം എന്നുള്ളത് അത് ലൈറ്റ് റിവീൽസ്. സാധാരണ വെളിച്ചം മറഞ്ഞിരിക്കുന്നതിനെ, ഇരുട്ടത്തായിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നതാണ്. യഥാർത്ഥത്തിലുള്ള വെളിച്ചം എന്നുള്ളത് യേശു കർത്താവായതുകൊണ്ടാണ് പാപത്തിൻ്റെ അല്ലെങ്കിൽ ശാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ കിടക്കുന്ന ജനങ്ങളെ ആ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. മറ്റ് വെളിച്ചങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളെ സാമ്പത്തികമായിട്ട് നിങ്ങളെ സഹായിക്കാൻ സാധിച്ചെന്നിരിക്കും. നിങ്ങളെ ഒരുപക്ഷെ മറ്റു പല കാര്യങ്ങളിൽ, ഭൗതികമായ മേഖലകളിൽ നിങ്ങളെ സഹായിക്കാൻ സാധിച്ചെന്നിരിക്കും. വിദ്യാഭ്യാസ മേഖലകളിൽ അവർ നിങ്ങൾക്ക് വഴികാട്ടിയായെന്നിരിക്കും. പക്ഷെ നിങ്ങളുടെ ഈ ഭൂമിയിലെ കാര്യത്തിനും നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിൻ്റെ രക്ഷയുടെ കാര്യത്തിനും നിങ്ങളെ അന്ധകാരത്തു നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന സത്യവെളിച്ചം എന്നുള്ളത് യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തിക്കൊണ്ടൊരു വലിയ ഹല്ലേലൂയ പറയാമോ? അതുകൊണ്ട് യോഹന്നാന്റെ അഭിപ്രായത്തിൽ യോഹന്നാൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്ന വ്യക്തിയാണ്. യേശുവാണ് യഥാർത്ഥ വെളിച്ചം എന്നുള്ളത്. യോഹന്നാൻ ഒരു മനുഷ്യൻ മാത്രമാണ്, എന്നാൽ യേശു കർത്താവാണ് യഥാർത്ഥ ദൈവം എന്നുള്ളത്. ഇരുട്ടിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രം പോരാ, വെളിച്ചത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? കാറിന് ഹെഡ്ലൈറ്റ് ഉള്ളത് കൊണ്ട്, ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഇരുട്ടിൽ ആ കാറ് വലിയ പ്രശ്നങ്ങളില്ലാതെ കൊക്കയിലേക്കൊന്നും വീണു പോകാതെ എന്ത് ചെയ്യുന്നത്, ആ കാർ ഓടിക്കാൻ സാധിക്കുന്നത്. ഇരുട്ടിൽ പോകുമ്പോൾ നിങ്ങൾ കയ്യിലൊരു ടോർച്ച് പിടിക്കാറുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾ അപകടങ്ങളിൽ പെടാതെ നാം രക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് അപകടങ്ങൾ നമുക്ക് വന്ന് ഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ഓർക്കുക, ജീവൻ്റെ വെളിച്ചമായ യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത യാത്രയിൽ യാതൊരു ഭയങ്ങളുമില്ലാതെ, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, യാതൊരു അപകടങ്ങളുമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനായി സാധിക്കും. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞ്, യേശു നിങ്ങൾക്ക് വെളിച്ചം നൽകുന്നു. പറഞ്ഞേ, എന്താണ് യേശു നൽകുന്ന വെളിച്ചം എന്നുള്ളത്? എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും. യോഹന്നാൻ പറഞ്ഞിരിക്കുകയാണ്, എല്ലാ മനുഷ്യർക്കും യേശുവിൻ്റെ സത്യവെളിച്ചം കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ എല്ലാ ദാനവും, എല്ലാ സ്വർഗീയ ദാനങ്ങളും അവിടെ എഴുതിയിരിക്കുന്നു വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, എല്ലാ സ്വർഗീയ ദാനങ്ങളും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഈ സമയത്ത് വിശ്വാസത്തോടെ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക, കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കർത്താവെ, ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കാം. കർത്താവ്, ഒരുപക്ഷെ അവർ പോലും അറിയാതെ അങ്ങയുടെ അദൃശ്യമായ അനുഗ്രഹിക്കുന്ന കരം അവരുടെ മേൽ ഇപ്പോൾ വരട്ടെ. കർത്താവെ, അങ്ങ് കൈവച്ച് അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആദ്യമേ തന്നെ എൻ്റെ ആത്മാവിനകത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത്, കണ്ണിൻ്റെ കാഴ്ചയിൽ പ്രയാസമുള്ള വ്യക്തികൾ അത്ഭുതകരമായി അനേക സ്ഥലങ്ങളിൽ സൗഖ്യമാകുകയാണ്. ചിലപ്പോൾ ഒരു കണ്ണിനാകാം, രണ്ട് കണ്ണിനുമാകാം. യേശുവിൻ്റെ നാമത്തിൽ
അത് ലോങ് സൈറ്റോ ഷോർട്ട് സൈറ്റോ കാട്രാക്റ്റോ എന്തുമായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായ ഒരു സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. അതുപോലെ ചെവിയിൽ നിന്നും പഴുപ്പ് ഡ്രിപ്പ് ചെയ്തു വരുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. അതുപോലെ സന്ധിവാദം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അസ്ഥികൾക്കകത്തുള്ള അതിഭയങ്കരമായ പെയിൻ അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ആസ്മ രോഗത്തിന് അടിമയായി എന്ന് വെച്ചാൽ ഒത്തിരി വർഷങ്ങളായി തുടർച്ചയായി ആസ്മ രോഗമുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. വളരെ പവർഫുള്ളായ എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഒത്തിരി പഴക്കമുള്ള രോഗങ്ങൾ വരെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്ന എൻ്റെ ഉള്ളിൽ എനിക്കറിയാം. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. മാത്യു എന്നു പേരുള്ളൊരു സഹോദരൻ, ആസ്മ രോഗത്താൽ ഒത്തിരി നാളായി ഭാരപ്പെടുന്ന മാത്യു, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അതിൽ ഹാർട്ടിന് തകരാറുള്ള അബ്രഹാം എന്നു പേരുള്ളൊരു സഹോദരൻ, യേശുവിൻ്റെ നാമത്തിൽ അബ്രഹാം ആ ഹാർട്ടിൻ്റെ തകരാറ്, പ്രത്യേകിച്ച് 2 ബ്ലോക്കുകൾ, ഹാർട്ടിന് 2 ബ്ലോക്കുകളുള്ള അബ്രഹാം ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ യൂട്രസിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓവറിക്കകത്തുള്ള സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു അങ്ങ് കൈനീട്ടി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. തിരുനാമത്തിൽ ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. അതുപോലെ ഏകദേശം 30കളിൽ ആയിരിക്കുന്ന ചില വ്യക്തികൾ പുകവലിയിൽ നിന്നും പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്. 30കളിലാണ്, 40 വയസ്സിൽ താഴെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. ഇൻ ജീസസ് നെയിം സ്വതന്ത്രമാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങനെയുള്ള വലിയ വിടുതൽ അങ്ങ് അയച്ചതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. കർത്താവെ, എല്ലാ വിടുതലുകൾക്കുമായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് കോട്ടയത്താണ്. അതിൻ്റെ പിറ്റേ ദിവസം കോതമംഗലത്താണ്. ഈ വീക്കെൻഡിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാവരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും വരണം. അവിടെ വരുമ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ, എൻ്റെ പ്രാർത്ഥന ഡയറി ഒത്തിരി പേരെ ഇന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആശിഷമാരി എന്നുള്ള മറ്റൊരു പുസ്തകം, സെർമൺ നോട്ട് കീപ്പർ, ആരാധന ഗീതങ്ങളുണ്ട്. പിന്നെ വിദ്യാർത്ഥികൾ അവശ്യം കയ്യിൽ വച്ചിരിക്കേണ്ട, അവരുടെ മാതാപിതാക്കന്മാരും അധ്യാപകരും എല്ലാം വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് വിന്നേഴ്സ് ഫാക്ടറി. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട നിരവധി CD-കൾ, ഇതെല്ലാം നിങ്ങൾക്ക് കരസ്ഥമാക്കാം. തപാൽ മാർഗം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കും. കർത്താവ് ഒത്തിരി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളെ പ്രത്യേകിച്ച് ബ്ലെസ്സിങ് ടുഡേയിലൂടെ സാമ്പത്തിക വിടുതലിന് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ പ്രെയർ ഉണ്ടായിരിക്കും. ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറാകുക. ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്കിലെ പാസ്ബുക്കോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ സാമ്പത്തികത്തെ കാണിക്കുന്ന എന്തും നിങ്ങൾക്ക് കരുതി വയ്ക്കാം. അതിൻ്റെ മേലെല്ലാം നിങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ സമയത്ത് കൈവയ്ക്കാം. ഞാൻ വിശ്വസിക്കുന്നു കടബാധ്യതകൾ കർത്താവ് അത്ഭുതകരമായി മാറ്റിത്തരും. ഞെരുക്കങ്ങൾ കർത്താവ് മാറ്റും. നാളെ ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കും. നിങ്ങൾ സുഹൃത്തുക്കളോട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോടൊക്കെ പ്രത്യേകിച്ച് പറയുക, അദൃശ്യമായി കർത്താവിൻ്റെ കരം സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കും. നാളുകളിൽ അതിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഐ ആം റിയലി എക്സൈറ്റഡ്. നാളെ നമുക്ക് വീണ്ടും ഇതേ സമയത്ത് ബ്ലെസ്സിങ് ടുഡേയിലൂടെ കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് ദ സൺ ഓഫ് റൈച്ചസ്നസ്, നീതിയുടെ സൂര്യൻ. നമ്മുടെ തന്നെ ചാരിറ്റബിൾ വിങ് ആയിട്ടുള്ള ദ മാസ്റ്റർ ചിൽഡ്രൻസ് വില്ലേജ്
പെൺകുട്ടികളുടെ ഒരു അഭയ കേന്ദ്രം. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ ക്യാമറ ചലിച്ചിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: യഹോവയുടെ അരുളപ്പാട് സിറിയയിലുള്ള ഏത് ദേശത്തിനാണ് വിരോധമായിരുന്നത്? എഗെയിൻസ്റ്റ് വിച്ച് ലാൻഡ് ഇൻ സിറിയ വാസ് ദ വേർഡ് ഓഫ് ഗാഡ്? ഓപ്ഷൻസ്: എ അസ്തോസ്, ബി ഹദ്രാക്, സി ഹദദ് റിമോൻ, ഡി സിനാർ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. ദുബായ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 28 ചൊവ്വാഴ്ച. സമയം വൈകിട്ട് 7:30 മുതൽ 10 മണി വരെ. വൈഡ് റേഞ്ച് റെസ്റ്റോറന്റ് അൽ മദീന, ബേസ്മെന്റ് പാർട്ടി ഹാൾ, കരാമ, മെട്രോ സ്റ്റേഷന് സമീപം. ഫോൺ 055-741-5618. ഷാർജ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 29 ബുധനാഴ്ച. സമയം വൈകിട്ട് 7:30 മുതൽ 10 മണി വരെ. ഷാർജ വർക്ക്ഷിപ്പ് സെന്റർ, ഫസ്റ്റ് ഫ്ലോർ, മെയിൻ ഹാൾ. ഫോൺ 050-9673-287.